ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലകളിൽ ഇത് കാപ്പിച്ചെടികൾ പൂക്കുന്ന കാലമാണ്. പുലർകാലത്തുള്ള തണുത്ത കാറ്റിൽ കാപ്പിപ്പൂ മണം ഒഴുകിയെത്തും. കനത്ത ചൂടിന് വിരാമം വിട്ട് വേനൽമഴ എത്തിയതോടെയാണ് കാപ്പിച്ചെടികൾ കൂട്ടത്തോടെ പൂത്തു തുടങ്ങിയത്. പച്ചപ്പിന് നടുവിൽ കൂട്ടത്തോടെ പൂക്കുന്ന വെള്ളപ്പൂക്കളുടെ വസന്തം കണ്ടുവരും. വർഷത്തിലൊരിക്കലേ പൂക്കൂ. പൂത്താൽ പിന്നെ പ്രദേശമാകെ വെണ്മയുടെ ആഘോഷമാണ്. മകരത്തിൽ മഞ്ഞ് പെയ്യുമ്പോഴോ ശേഷം പുതുമഴ പെയ്തിറങ്ങുമ്പോഴോ ആണ് കാപ്പിച്ചെടികൾ പൂവിടുന്നത്. മുട്ടിട്ടാൽ 1-2 ദിവസത്തിനുള്ളിൽ വിരിയും. കാപ്പിപ്പൂമണവും വെളുപ്പ് പടർന്ന പ്രഭാതവുമാണ് പിന്നീടങ്ങോട്ട്. ഇരുട്ടിന്റെ മറപറ്റിയാണ് കാപ്പിച്ചെടികൾ പൂക്കാറ്. അതുകൊണ്ടാണ് പൂക്കൾക്ക് ഇത്രയും ഗന്ധവും നിറവും. നീണ്ടു വണ്ണം കുറഞ്ഞ കമ്പുകളിൽ ഇടവിട്ട് ചെണ്ടായി പൂ വിരിയും. ഒരു കമ്പിൽ തന്നെ 10-15 കിലോ പൂക്കൾ ഉണ്ടാകും. വിരിയുന്ന അന്ന് മാത്രമേ പൂക്കൾക്ക് വെണ്മയുടെ പൂർണ്ണ തേജസ് കാണൂ. 2-ാം ദിവസമാകുമ്പോഴേക്കും പൂക്കൾ വാടിത്തുടങ്ങും. തൊട്ടടുത്ത ദിവസങ്ങളിൽ കരിഞ്ഞുണങ്ങി അടുത്ത ഘട്ടത്തിന് വഴിമാറും. കാപ്പി പൂത്ത് കരിഞ്ഞുണങ്ങിയാലേ മികച്ച വിളവ് ലഭിക്കൂ. കാപ്പി പൂത്തു നിൽക്കുമ്പോൾ മഴ പെയ്യരുതേ എന്നാവും കർഷകന്റെ പ്രാർത്ഥന. മഴ പെയ്ത് വെള്ളമിറങ്ങിയാൽ പൂക്കൾ നശിക്കും. ഇതോടെ ആ വർഷത്തെ വിളവ് വെള്ളത്തിലാകും. വിപണിയിൽ കാപ്പിക്ക് മികച്ച വിലയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാപ്പിച്ചെടികൾ സമൃദ്ധമായി പൂത്തിരിക്കുന്നതിനാൽ ഇത്തവണ മികച്ച വിളവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കിയിലെ കാപ്പി കർഷകർ. ജനം, ഇടുക്കി.